ആ നബിതങ്ങൾ മുഖേനയാണ് ഈ ലോകത്തെ സർവ്വ അനുഗ്രഹങ്ങളും നിലനിൽക്കുക. ആ നബിതങ്ങളെ ഒരാൾ എത്ര കണ്ട് ആദരിക്കുന്നുണ്ടോ, ബഹുമാനിക്കുന്നുണ്ടോ, അത്ര കണ്ട് അല്ലാഹു അവനിക്ക് അനുഗ്രഹം നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷം മുന്നേ ഭൗതികമായിട്ട് നമ്മുടെ അടുക്കൽ ജീവിച്ചത് 63 വർഷമാണ്. ആ 63 വർഷത്തിന് ശേഷം വിട പറയുമ്പോഴും പ്രപഞ്ചം ഇവിടെ നിൽക്കുന്നുണ്ട്. ഖിയാമത്ത് നാൾ വരെ ഈ ലോകം ഇവിടെ നിലനിൽക്കുമ്പോ ഇവിടെ ആ അനുഗ്രഹങ്ങൾ വിതരണം ചെയ്യേണ്ടതുണ്ട്. അതിനുള്ള മാർഗം എന്താണ്? ആ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം അത് ഈമാനാണ്. ആ ഈമാൻ എന്ന് പറയുന്നതിന്റെ ആകത്തുകയാണ് ദീന് എന്ന് പറയുന്നത്. ആ ദീനിന്റെ വിശദീകരണമാണ് ശരീഅത്ത് എന്ന് പറയുന്നത്. അത് മുഴുവനും മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന അല്ലാഹു ഈ ലോകത്തിന് നൽകിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹങ്ങൾ ഇവിടെ എങ്ങനെ വിതരണം നടക്കും? ആ അനുഗ്രഹങ്ങൾ മുഖേന, ഈമാൻ മുഖേന സ്വർഗം ലഭിക്കണം. അത് ആഖിറത്തിലുള്ള വലിയ അനുഗ്രഹമാണ്. അതിനേക്കാൾ വലിയ അനുഗ്രഹമുണ്ട് ആഖിറത്തിൽ, സ്വർഗത്തിനേക്കാൾ അപ്പുറമുള്ള അനുഗ്രഹം. ആ അനുഗ്രഹം യജമാനനായ റബ്ബിന്റെ ലിഖാ ആണ്. ഫമൻ കാന യർജു ലിഖാ റബ്ബി ഫൽയഅമൽ അമലൻ സാലിഹൻ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബി അഹദ. ഖുർആൻ. നമ്മൾ ഇവിടെ ചെയ്യുന്ന ആരാധനകളുടെയൊക്കെ എല്ലാ ഇബാദത്തുകളുടെയും ആത്യന്തിക ലക്ഷ്യം യജമാനനായ റബ്ബിനെ ആഖിറത്തിൽ കണ്ടുമുട്ടുക എന്നുള്ളതാണ്. ഭൂമി ലോകത്ത് വെച്ച് നമുക്ക് കാണാനുള്ള അവസരമില്ല. കാണാൻ കഴിയും, അത് അസംഭവ്യമായ കാര്യമൊന്നുമല്ല. പക്ഷേ അത് ലോകത്ത് അല്ലാഹു കണക്കാക്കിയത് ഒരേ ഒരു പടപ്പിന് മാത്രമാണ്. ആ പടപ്പാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറൊരാൾക്കും ആ ഒരു അനുവാദം അല്ലാഹു ഇവിടെ നൽകിയിട്ടില്ല, ഇനി ഖിയാമത്ത് നാൾ വരെ നൽകൂല. അജായിബ ആലമിൽ മലകൂതി വസറായിറൻ നാസൂതി വൽ ജബറൂതി ഐനൻ മുദർരിസ മസ്ജിദിൽ ലാഹൂതി കമ്മിൽ ലദുന്നിയിൻ ഹവാ ഉലൂമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനെ തൻ്റെ മുഖത്തുള്ള കണ്ണുകൊണ്ട്, നഗ്ന നേത്രം കൊണ്ട് ദർശിക്കാനുള്ള അവസരം അല്ലാഹു കൊടുത്തു. എന്തിനാ കൊടുത്തു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടം അല്ലാഹുവിന്റെ ദാത്താണ്. ആ ദാത്തിനെ കാണുമ്പോ എല്ലാ ഇൽമും ലഭിച്ചു. ഇനി ഒരു ഇൽമി ലഭിക്കാൻ ബാക്കിയില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ഇൽമും കിട്ടി. അല്ലാഹുവിന്റെ ഇൽമിന്റെ ഒരു ഭാഗമാണ് ലൗഹിലുള്ള ഇൽമ്, കലമിലുള്ള ഇൽമ്. ഇതൊക്കെ ഒരു ഭാഗമാണ്. ലൗഹ് എന്ന് പറയുന്ന ഒരു ലോകമാണ്, കലമ് എന്ന് പറയുന്നതും വലിയ ലോകമാണ്. ആ ലോകം പ്രകാശത്തെ കൊണ്ട് അല്ലാഹു സൃഷ്ടിക്കാൻ, വിജ്ഞാനത്തിന്റെ ലോകമാണ് കലമു എന്ന് പറയുന്നത്. ഇൽമു നൂറാണ്, പ്രകാശസാഗരമാണത്. ബഹ്റുൻ നൂർ എന്നാണ് അതിന് പറയാ. ആ ബഹ്റുൻ നൂർ എന്ന് പറയുന്ന കലമിന്റെ ലോകത്തേക്ക് അല്ലാഹുവിന്റെ പടപ്പുകളിൽ ഒരേ ഒരു പടപ്പിന് മാത്രമാണ് അല്ലാഹു പ്രവേശനം കൊടുത്തത്. ആ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കോടാനുകോടി മലക്കുകൾ, അല്ല മലക്കുകളെ എണ്ണ എത്രയെന്ന് അറിയില്ല, അതിനു മാത്രം മലക്കുകളുണ്ട്. ആ മലക്കുകളുടെ ആകമാനം നേതാവാണ് മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. ആ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനും ബഹ്റുൻ നൂർ എന്ന് പറയുന്ന കലമിന്റെ ലോകത്തേക്ക് പ്രവേശനമില്ല. ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബക്കൽ ഖയ്യൂമാ. ജിബ്രീൽ അലൈഹിസ്സലാം മിറാജിന്റെ രാവിന് ബഹ്റുൻ നൂറിന്റെ അവിടെ എത്തിയപ്പോ, നബിയെ നിങ്ങൾ പോയിക്കോളൂ, എനിക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല. ആ പ്രകാശത്തിന്റെ വിജ്ഞാനത്തിന്റെ ലോകത്ത് മുങ്ങിക്കുളിച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അത് അള്ളാന്റെ ഇൽമിന്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് ആ നബിയുടെ ഇൽമിന്റെ ഒരു ഭാഗമേ ഉള്ളത്.
നബിയുടെ ഇൽമ് വേറെയുണ്ട്. കലമിലെ ഇൽമു മാത്രമല്ല, കലമിൽ നിന്നുള്ള ഇൽമിന്റെ ഒരു ഭാഗ ലൗഹിലുള്ളത്, അതും നബിയുടെ ഇൽമിൽ പെട്ടതാണ്. കലമിലെ ഇൽമു മുഴുവൻ കൂടിയാലും നബിയുടെ ഇൽമി തീരൂല. അതുകൊണ്ട് ആ മഹാനായ ബൂസൂരി ഇമാം വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി, അങ്ങയുടെ ഇൽമിന്റെ ഒരു ഭാഗം മാത്രമാണ് ലൗഹിലെയും കലമിലെയും ഇൽമ്. അപ്പം ബാക്കി ഭാഗമോ അതോടെ കിട്ടിയത്? അതാണ് ഐനൻ മുദർരിസ മസ്ജിദില്ലാഹൂതി, അതിന്റെ കേന്ദ്രം അല്ലാഹുവാണ്. ആ അല്ലാഹുവിനെ തന്നെ കണ്ടു, നേരെ കണ്ടു. ഞാനിത് എന്തിനാ പറഞ്ഞത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. ആ നബി തങ്ങളുടെ ശരീരവും അങ്ങനെ തന്നെയാണ്. മുഹമ്മദുൻ റുവിയത്ത് ബിന്നൂരി ത്വീനതുഹു മുഹമ്മദുൻ ലം യസൽ നൂറൻ മിനൽ ഖിദമി. അവിടുത്തെ ഭൗതിക ശരീരവും കേവലം മണ്ണുകൊണ്ടല്ല, മറ്റ് സർവ്വ മനുഷ്യരുടെയും മണ്ണ് മാത്രമാണ്. എന്നാൽ നബിയുടേത് മണ്ണും. മുഹമ്മദുൻ റുവിയത്ത് ബിന്നൂരി ത്വീനതുഹു, ഇൽമാകുന്ന നൂറ് കുഴച്ചതാണ് അവിടുത്തെ ശരീരം തന്നെ എന്ന് അയിമ്മത്തുകൾ രേഖപ്പെടുത്തി വെച്ചത് കാണാം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആ നബി തങ്ങളെ എത്ര കണ്ട് ഒരാള് ബഹുമാനിക്കുന്നുണ്ടോ, ആ ബഹുമാനത്തിന്റെ ഭാഗം ഞാൻ പറയാ. എങ്ങനെ നബി തങ്ങളെ ബഹുമാനിക്കല്? ആ നബി തങ്ങളെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമാണ് നബി തങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവനത്തിനെയും ബഹുമാനിക്കുക. മുഴുവനത്തിനെയും ഞാൻ ബോധപൂർവം പറഞ്ഞതാണ്. നബി തങ്ങളെ കൊണ്ട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും എന്നല്ല ഞാൻ പറഞ്ഞത്. നബി തങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുക്കളുണ്ടോ അതും ബഹുമാനിക്കണം. അറിയോ നിങ്ങൾക്ക്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഞ്ചരിച്ചിരുന്ന ഒട്ടകങ്ങളുണ്ട്. ആ ഒട്ടകങ്ങളിൽ ഒരു ഒട്ടകമാണ് നബിതങ്ങൾ. അധികവും നബിതങ്ങളെ ആ പുണ്യമാക്കപ്പെട്ട ശരീരത്തിനെ വഹിച്ചു നടന്ന ഒട്ടകം. ആ ഒട്ടകത്തിന്റെ മഹത്വം എത്രയാണ്! ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്റെ പുറത്തിരുത്തിയിട്ട് നടക്കാൻ ഭാഗ്യം ലഭിച്ച ഒട്ടകം കസുവാ എന്നാണ് അതിന്റെ പേര്. സുബ്ഹാനല്ലാഹ്, കസുവായിന്റെ ശ്രേഷ്ഠത എത്രയെന്നറിയോ? നബി തങ്ങളെ ചുമന്ന് നടന്ന ഒട്ടകത്തിന് അല്ലാഹു കൊടുത്ത മഹത്വം എത്രയാണെന്നറിയോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഒരു യാത്ര പോയിട്ടുണ്ട്. ഹിജറ എന്നാ നമ്മൾ പറയാ. ആ യാത്രയിൽ നബിയെ വഹിച്ചു പോയ ഒട്ടകമാണ് കസുവാ. ആ കസുവായിനെ കൊണ്ട് മദീനയിൽ അങ്ങ് എത്തുമ്പോ മദീനക്കാർ ഓരോരുത്തരും ഓരോ തറവാട്ടുകാരും വരികയാണ്. എന്റെ വീട്ടിലാകണം നബി തങ്ങൾ താമസിക്കേണ്ടത്. കസ്വ എന്ന ഒട്ടകത്തിന്റെ കടിഞ്ഞാൻ പിടിക്കുക പലരും. എന്റെ വീട്ടിലേക്ക് ഇത് പറഞ്ഞ് പലരും മത്സരിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറയാണ്, എന്റെ ഒട്ടകത്തിന് നിങ്ങൾ വിട്ടേക്കൂ. ഞാൻ എവിടെ താമസിക്കണമെന്നുള്ളത് എന്റെ ഒട്ടകത്തിന് അല്ലാഹു അറിയിപ്പ് കൊടുക്കും. ഞാൻ എവിടെ പോകണം അതൊക്കെ എന്റെ ഒട്ടകത്തിന് അല്ലാഹു തആല കൽപ്പന കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളാരും അതിന്റെ കടിഞ്ഞാൻ പിടിക്കാൻ വരണ്ട. സുബ്ഹാനല്ലാഹ്. ആ ഒട്ടകത്തിനെ അങ്ങ് വിട്ടപ്പോ ഒട്ടകൻ നേരെ മദീനയിൽ ചെന്നു. സുഹൈൽ എന്ന് പറയുന്ന യതീമക്കള് അവരുടെ ഈത്തപ്പഴങ്ങൾ ഉണക്കാൻ വേണ്ടിയുള്ള ഒരു മൈതാനിയുണ്ട്. അവിടെ പോയി ഒട്ടകം അങ്ങ് മുട്ടുകുത്തി. അല്പനേരം അവിടെ കിടന്നു, പിന്നെ എണീറ്റു. ഇതൊന്നും ആരും പറഞ്ഞതല്ല. ഒട്ടകം എണീക്കുകയാണ്, എണീക്കാൻ പറഞ്ഞതല്ല. ഒട്ടകത്തിനോട് ആരും എണീക്കാൻ പറഞ്ഞതല്ല. അതങ്ങനെ കിടന്ന് അതിന് കൽപ്പന വരികയാണ് റബ്ബിന്റെ ഭാഗത്തുനിന്ന്. അങ്ങനെ എണീക്കുകയാണ്. കാരണം ഇത് സാധാരണ ഒട്ടകമല്ല. ഇത് നബിതങ്ങളെ മനസ്സിലാക്കിയവർക്കേ മനസ്സിലാവും. ആരാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? അതറിയുന്ന മുഅ്മിനീങ്ങൾക്കേ ഇത് അറിയൂ. ബഹുമാനപ്പെട്ട സ്വഹാബത്തിനോടാണ് നബിതങ്ങൾ ഇത് പറഞ്ഞത്. അവർ അക്ഷരം പ്രതി അതനുസരിച്ചു. ആ ഒട്ടകം എണീക്കാണ്. പിന്നെ നടന്ന് അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടുപടിക്കൽ ചെന്ന് മുട്ടുകുത്തുകയാണ്. ആദ്യം മുട്ടുകുത്തിയ സ്ഥലത്താണ് മസ്ജിദുൻ നബവി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളി നിർമ്മിച്ചത്. രണ്ടാമത് മുട്ടുകുത്തിയ സ്ഥലത്താണ് നബി തങ്ങൾ താമസിച്ചത്. ഈ വിവരമൊക്കെ അല്ലാഹു തആല എന്റെ ഒട്ടകത്തിന് കൈമാറുണ്ടെന്ന്
കൈമാറുന്നുണ്ടെന്ന് മഹാനരായ മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മളവിടെ അല്ല, കഴിഞ്ഞില്ല. മദീനയിൽ ഒരിക്കൽ ഒരു ഒട്ടകത്തിന് മതം ഇളകി. നമ്മളെ ആനക്കൊക്കെ മതം പൊട്ട് നമ്മൾ കേട്ടു. മതം ഇളകി, ഒട്ടകത്തിന് മതം ഇളകി. ആന പോലെ അല്ല, ആനക്ക് തടി കൊണ്ട് പിടിച്ച് വലിക്കാൻ കുറച്ചൊക്കെ പ്രയാസം ഉണ്ടാവും. ഒട്ടകം അങ്ങനെയല്ല, കടിച്ച് കീറും ആളുകളെ. സ്വഹാബത്താകെ ബേജാറായി. ഈ ഒട്ടകം എന്താ ചെയ്യുന്നത്? തൊട്ടടുത്തൊരു തോട്ടുണ്ട്, ആ തോട്ടം കൊള്ള ലക്ഷ്യമാക്കിയാ ഓടുന്നത്. അപ്പോഴാ സ്വഹാബത്തിൽ ബേജാറായത്. കാരണം നബിതങ്ങൾ ഒഴിവുണ്ടാവുമ്പോഴൊക്കെ ആ തോട്ടത്തിൽ പോയി വിശ്രമിക്കാറുണ്ട്. നബിതങ്ങളെങ്ങാനും കടിച്ചു കീറുമെന്ന് പേടിച്ചിട്ടാണ്. അപ്പോഴാ നബിതങ്ങൾ എങ്ങനെ വരുന്നുണ്ട്, ദൂരെ നിന്ന് ഈ തോട്ടത്തിലേക്ക് വരാൻ. ഒട്ടകം ഇവിടെ കയറിയിട്ടുണ്ട്. സ്വഹാബത്ത് പറഞ്ഞു, നബിയെ അങ്ങോട്ട് പോണ്ട, അവിടെ ഒരു ഒട്ടകത്തിന് മതമിളകി കിടക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാനല്ലാഹ് നടന്ന് നടന്ന് തോട്ടത്തിലേക്ക് കയറി. സ്വഹാബത്ത് ബേജാറായി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ ഒട്ടകമുണ്ട് ദൂരെ തോട്ടത്തിന്റെ ഒരു മൂലയിൽ നിന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരെ ഇങ്ങനെ കണ്ണിങ്ങനെ നോക്കിയിട്ട് ഒരു ഭവ്യതയോടുകൂടെ താഴ്മയോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം കൊള്ള നോക്കി ഇങ്ങനെ നിൽക്കുക. അല്പനേരം നിന്ന് കണ്ണിന്നിങ്ങനെ കണ്ണുനീരൊലിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂല് ശറഫാക്കപ്പെട്ട കൈ കൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിച്ചപ്പോ ഒട്ടകം തൊട്ടടുത്തേക്ക് മെല്ലെ മെല്ലെ ബഹുമാനത്തോടുകൂടെ നടന്നു വരുന്നത് മദീനയിലുള്ള അനുയായികൾ കാണുകയാണ്. വന്ന് നബി തങ്ങളുടെ കാതിലെന്തോ മന്ത്രിച്ചു കരയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ശറഫാക്കപ്പെട്ട കൈ അങ്ങ് വെച്ചു കൊടുത്ത് എന്തോ അങ്ങോട്ടും പറഞ്ഞു. നമ്മൾ ചിരിക്കുന്നത് പോലെ ഒട്ടകം അതിന്റെ ഭാഷയിൽ ചിരിച്ചു. സഹാബത്ത് പറയാൻ. എന്നിട്ട് നബി തങ്ങളുടെ മുമ്പിൽ ഒന്ന് സുജൂദ് ചെയ്യുന്നത് പോലെ വണങ്ങിക്കൊണ്ട് ഒട്ടകം പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന രംഗം ബഹുമാനപ്പെട്ട സ്വഹാബത്ത് കണ്ടപ്പോ അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, എന്താണ് നബിയെ ഒട്ടകം അങ്ങയുടെ കാതില് പറഞ്ഞത്? നബി തങ്ങൾ പറഞ്ഞു, ആ ഒട്ടകത്തിനെന്തോ ഒരു വിഷമം വന്നു, അതിന്റെ മാനസിക നില തെറ്റിപ്പോയി. അതുകൊണ്ട് തന്നെ ഞാൻ ഈ തോട്ടത്തിൽ ഉണ്ടാകുമല്ലോ എന്ന് മനസ്സിലാക്കി ആ രോഗത്തിനൊരു ചികിത്സ കിട്ടാൻ എന്നെ തിരഞ്ഞ് തോട്ടത്തിലേക്ക് ഓടി വന്നതാണ്. അങ്ങനെ ഓടി വരുന്ന വഴിയിൽ ഞാൻ ആരെയൊക്കെയോ ആക്രമിച്ചിട്ടുണ്ട്, അറിയാതെ വന്നു പോയതാണ് നബിയേ. ഒട്ടകം അതിന്റെ ഭാഷയിൽ പറഞ്ഞു. ഇത് ഖുർആനിലുണ്ടാകാം. സൂറത്തുൻ നംല് പറഞ്ഞിട്ടാണ് ഒരു സൂറത്ത് കണ്ടിട്ടില്ല നിങ്ങൾ? ഉറുമ്പ് സംസാരിച്ചത് എത്ര വലിയ ആയത്തന്നെ. സമയമില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് കിടക്കണില്ല. അപ്പൊ ഒട്ടകം സംസാരിച്ചു എന്നൊക്കെ കേൾക്കുമ്പോഴേക്ക് ഇതൊക്കെ മൗലിദ് കിതാബിലുള്ളതാണെന്ന് മനസ്സിലാക്കണ്ട. ഹദീസിന്റെ കിതാബിലുള്ളതാണ്. മൗലിദ് കിതാബിൽ തന്നെ ഉണ്ടായാൽ മതി. അത് മോശമായതുകൊണ്ട് എല്ലാം പറഞ്ഞു. ചിലർക്കൊക്കെ ഉണ്ട് അതൊക്കെ മൗലിദ് കിതാബിലുള്ളതല്ലേ, അല്ല അതിൽ തന്നെ ഉണ്ടായാൽ മതി. അല്ല, ഹദീസിലുണ്ട്. ഖുർആനിൽ തന്നെ ഉറുമ്പുകൾ സംസാരിച്ചത് കണ്ടില്ലേ നിങ്ങൾ? അഷ്റഫുൽ ഖൽഖ് നബി തങ്ങൾ ഇത് പറഞ്ഞപ്പോ സ്വഹാബത്തിനൊരു അത്ഭുതം. ഞാൻ അതിന് മന്ത്രിച്ചു കൊടുത്തു, അതിന്റെ രോഗം മാറി. അങ്ങനെ സന്തോഷത്തോടുകൂടെ ഇറങ്ങിപ്പോയതാണ് എന്ന് പറഞ്ഞ് സ്വഹാബത്തിന്റെ അത്ഭുതം കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞൊരു വാചകണ്ട്, അത് പറയാനാ ഞാൻ ചരിത്രം പറഞ്ഞത്. മാ ബൈന സമാഇ ഇലൽ അർളി ഇല്ലാ വയഅലമു അന്നീ റസൂലുള്ളാഹ്. ആകാശത്തിന്റെ ചുവട്ടിൽ ഭൂമി വരെ എന്തെല്ലാം വസ്തുക്കളുണ്ടോ അവരൊക്കെ ഞാൻ അള്ളാന്റെ റസൂലാണെന്ന് അറിയാം. ഇല്ലൽ ആസി മിനൽ ജിന്നി വൽ ഇൻസ്. മനുഷ്യരിലും ജിന്ന് വർഗങ്ങളിലും ചില പിശാചുക്കളുണ്ട്. ഓർക്കല്ലാതെ ബാക്കിയുള്ള എല്ലാ പടപ്പുകൾക്കും ഞാൻ അള്ളാന്റെ റസൂലാണെന്ന് അറിയാമെന്ന് ഖാല റസൂലുള്ളാഹി. ഈ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. നബിതങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ബഹുമാനം അവിടത്തോട് ബന്ധപ്പെട്ട സർവ്വ വസ്തുക്കൾക്കും അതുണ്ട്. ആ ബഹുമാനം മാത്രല്ല, അവിടത്തെ ഞാൻ പറഞ്ഞു ഇന്നായത്തേനാക്കൽ കൗസറില് ഈ അനുഗ്രഹങ്ങൾ മാത്രല്ല, ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് അള്ളാന്റെ റസൂലിന് അല്ലാഹ് കൊടുത്ത ഈ ആശയവും ദീനും ഈമാനും സ്വർഗവും അത് ഈ ലോകത്തേക്ക് വിതരണം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു പരമ്പര കൊടുത്തു എന്നുള്ളതാണ്. അതാണ് ഇന്നായത്തേനാക്കൽ കൗസർ. ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ധാരാളം പേരമക്കളെ, ധാരാളം മക്കളെ ഈ പ്രപഞ്ചത്തിൽ എവിടെ ചെന്ന്, ഈ ഭൂമിയിൽ എവിടെ ചെന്നാലും ആൾപ്പാർപ്പുണ്ട്. അവിടെ ഒക്കെ അഹ്ലു ബൈത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പര അല്ലാഹു നിലനിർത്തും. ലോകത്ത് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടോ?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഞാൻ ഇന്നലെ കാസർഗോഡ് അപ്പുറത്ത് മുടിപ്പൂ എന്ന് പറയുന്ന സ്ഥലം പോയി. ഇന്നലെ അവിടെ ഒരു മജ്‌ലിസ് ഉണ്ടായി. അവിടെ സഖാഫ് തങ്ങൾ എത്ര ആളുകൾ ആ പ്രദേശത്താകെ ദീനിന് നേതൃത്വം കൊടുക്കുകയാണ്. ഇങ്ങനെ ഏത് സ്ഥലത്ത് നോക്ക്, അഹ്ലു ബൈത്തി കസഫീനത്തി നൂഹ്, എന്റെ പരമ്പര നൂഹ് നബിയുടെ കപ്പൽ പോലെയാണ്. മൻ ദഖല ഫിഹാ നജാ, അതിൽ പ്രവേശിച്ചവർ രക്ഷപ്പെടും. അല്ലാഹുവിന്റെ ദീന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ലോകത്തിനോടെ വിതരണം ചെയ്യാൻ അവിടുത്തെ അഹ്ലു ബൈത്തിനെ അല്ലാഹു തആല നിലനിർത്തും എന്നുള്ളതാണ്. ധാരാളം സംഭവമുണ്ട്, ഞാൻ അങ്ങോട്ട് കടക്കില്ല. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു, എന്തേ ആരും ഉണ്ടാത്ത ആരാണത്? ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. പർവ്വതങ്ങളെ നോക്കിയാൽ ഹസൈനാർ തങ്ങളും ഹുസൈനാർ തങ്ങളും ഉഹുദ് മലയുടെ അടുക്കൽ ചെന്ന് ഇങ്ങനെ നോക്കി മാറും എന്ന് പറഞ്ഞാൽ മാറും, പറയണ്ട. അവിടുത്തെ മുഖം കണ്ടാൽ ലതസൂലു ബിഹിൽ ജിബാൽ, പർവ്വതം നീങ്ങിപ്പോകും. അത്ര വലിയ മഹാന്മാരാണ് ഹസൈനാർ തങ്ങളും ഹുസൈനാർ തങ്ങളും. ഓരോ മഹത്വം അങ്ങനെയാണെങ്കിൽ അവരെ 8-9 മാസം ഗർഭം ചുമന്ന ഫാത്തിമത്തു സഹ്റ, ആ മഹദിയുടെ സ്ഥാനം എത്രയാണ്? ഖദീജത്തുൽ കുബ്ര, അവിടുത്തെ സ്ഥാനം എത്രയാണ്? സുബ്ഹാനല്ലാഹ്, ലോകത്ത് ഏറ്റവും ബുദ്ധിയുള്ള മഹദി ആര്? ഖദീജ റളിയല്ലാഹു അൻഹാ. എന്റെ ലോകത്തെ ഏറ്റവും ബുദ്ധിമാൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, ആ വലിയ ബുദ്ധിമാനായ നബിക്ക് അല്ലാഹു ഏറ്റവും ബുദ്ധിമാന്മാരായ ഭാര്യമാരെ കൊടുക്കും. ഏറ്റവും വലിയ ബുദ്ധിയുള്ള മഹദിയാണ് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ. അവര് മുഖേന ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ. ആ പേരുകൾ ഇങ്ങനെ പറഞ്ഞാൽ മതി, നമ്മളെ പ്രയാസം നീങ്ങിപ്പോകും. നമ്മളെ മജ്‌ലിസിൽ ഹസൈനാർ തങ്ങളും ഹുസൈനാർ തങ്ങളും പേര് പറഞ്ഞ മജ്‌ലിസാണോ, അവിടെ ദുആക്ക് ഇജാബത്ത് ഉണ്ടാവും. അത്ര വലിയ മഹത്വമുള്ള മഹാന്മാർ. സുബ്ഹാനല്ലാഹ്, അതാണ് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറഞ്ഞത്. അഹ്ലുസുന്ന വൽ ജമാഅ പറഞ്ഞാൽ ഇത്രത്തു റസൂലില്ലാഹി തറക്തു ഫീകും അംറൈൻ, ഞാൻ 2 കാര്യം വിട്ടേച്ചു പോകുന്ന പറഞ്ഞാൽ, ഒന്ന് പരിശുദ്ധ ഖുർആനും, മറ്റൊന്ന് ഇത്രത്തി, എന്റെ അഹ്ലു ബൈത്ത് എന്ന് ഖാല റസൂലുള്ളാഹി.